കട്ടപ്പനയാർ മാലിന്യവാഹിനിയായി മാറിയതോടെ തീരദേശവാസികൾ ആരോഗ്യ ഭീഷണിയിൽ. ഏതാനും ദിവസങ്ങളായി കട്ടപ്പനയാറിലെ ജലത്തിന് നിറവ്യത്യാസവും ദുർഗന്ധവുമാണ്. നഗരത്തിൽ നിന്നുള്ള മാലിന്യം കൈത്തോടുകളിലേക്ക് തള്ളുന്നതാണ് കട്ടപ്പനയാർ മലിനമാകുവാൻ കാരണമാകുന്നത്. വേനൽ കടുത്തതോടെ ഇക്കുറി നേരത്തെ തന്നെ കട്ടപ്പനയാറിന് വരൾച്ച ബാധിച്ചു. അതോടൊപ്പമാണ് നിലവിലുള്ള നീരൊഴുക്ക് പൂർണ്ണമായി മലിനമായി തീർന്നത്. കട്ടപ്പന നഗരത്തിനുള്ളിലെ വിവിധ കൈത്തോടുകൾ ഒന്നിച്ചാണ് കട്ടപ്പനയാറായി ഒഴുകുന്നത്. ഈ കൈത്തോടുകളിലേക്ക് വലിയ തോതിലുള്ള മാലിന്യങ്ങളും മലിനജലവുമാണ് ആളുകൾ ഒഴുക്കിവിടുന്നത്. ഇതിൽ പ്രമുഖ ഹോട്ടലുകളും ആശുപത്രികളും സർവീസ് സെന്ററുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും ഉണ്ടാകുമെന്ന് ആളുകൾ പറയുന്നു. കൂടാതെ വിവിധ തോട്ടങ്ങളിൽ നിന്നുള്ള വിഷാംശം കലർന്ന ജലാംശവും തോടുകളിലേക്ക് എത്തുന്നു. നഗരത്തിലെ പ്രധാന കൈത്തോട് മുതലാണ് മലിനജലം ഒഴുകിത്തുടങ്ങുന്നത്. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം മുതലേ ജലത്തിൽ നിന്നും ദുർഗന്ധവും വമിച്ചു തുടങ്ങും. തുടർന്ന് ഏതാനും ദൂരം കൂടി പിന്നിടുന്നതോടെ ജലത്തിന് നിറവ്യത്യാസവും അനുഭവപ്പെട്ടു തുടങ്ങും. തുടർന്ന് കലങ്ങിയ രൂപത്തിലുള്ള മലിനജലമാണ് കട്ടപ്പനയാറായി ഒഴുകുന്നത്. ശുചിമുറി മാലിന്യമടക്കം ആറ്റിലൂടെ ഒഴുകുന്നതോടെ തീരത്തുള്ളവർ വലിയ ആരോഗ്യ ഭീഷണിയിലാണ്. പകർച്ചവ്യാധി സാധ്യതകൾ കണക്കിലെടുത്ത് പ്രദേശവാസികൾ നഗരസഭയിൽ വിവരമറിയിച്ചെങ്കിലും ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായില്ല. പരാതിയിൽ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം ആറിന്റെ വശങ്ങളിലൂടെ ബ്ലീച്ചിംഗ് പൗഡർ വിതറുക മാത്രമാണ് ആരോഗ്യ വിഭാഗം ചെയ്തതെന്നും ആരോപണമുണ്ട്. മാലിന്യം കുമിഞ്ഞുകൂടുന്നതോടെ പലപ്പോഴും നാട്ടുകാർ തന്നെ മുൻകൈയെടുത്തവ നീക്കം ചെയ്യുകയാണ് പതിവ്. ഇവിടെ ഈ കട്ടപ്പനയാറിൻ്റെ തീരത്ത് താമസിക്കുന്നവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. കാരണം ടോയ്ലറ്റ് മാലിന്യങ്ങൾ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് വേനലാവുമ്പോഴത്തേക്കും കൊണ്ട് തോട്ടി തട്ടുകയാണ് പതിവ്. അത് പൂർണ്ണമായിട്ടും കുറച്ച് വെള്ളം മാത്രം ഉള്ളതുകൊണ്ട് ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് പരിസരവാസികൾക്ക് ദുർഗന്ധം കാരണം വീട്ടിലും റോഡിലൂടെയും നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. ഇതിനെതിരെ ചെയർപേഴ്സണും ഹെൽത്തിന്റെ ഇൻസ്പെക്ടർക്കും പരാതി കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ യാതൊരുവിധ നടപടികളും ഇതുവരെയും ഉണ്ടായിട്ടില്ല. വേനൽക്കാലമാകുന്നതോടെ കട്ടപ്പനയാറിന്റെ തീരത്തുള്ളവർ ഇത് വർഷങ്ങളായി നേരിടുന്ന പ്രതിസന്ധിയാണ്. മലിനജലം ഒഴുകുന്നതോടെ ദുർഗന്ധത്താൽ വലിയ പ്രതിസന്ധിയിലാണ് പ്രദേശവാസികൾ. ബാത്റൂമിലെയും അതുപോലെ തന്നെ ആശുപത്രി വേസ്റ്റും എടശ്ശേരി ബാറ് മുതൽ അങ്ങനെ ആ ഭാഗങ്ങളിലുള്ള വേസ്റ്റുകൾ മുഴുവൻ മെയിൻ മാർക്കറ്റിലെ വേസ്റ്റുകളും എല്ലാം ഈ ആറ്റിലേക്ക് ഒഴുക്കി വിടുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ആറ്റിൽ പണ്ട് 20 വർഷം മുന്നേ ഞാനിവിടെ താമസിക്കാൻ വന്നത്. അന്ന് ഈ ആറ്റിലെല്ലാം മീനുണ്ട്, ഇഷ്ടം പോലെ മീനുകളും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരു മീൻ പോലും ഇല്ല, കാരണം മൊത്തം വേസ്റ്റ് വെള്ളമാണ്. അതുപോലെ തന്നെ സർവീസ് സ്റ്റേഷൻ വണ്ടി കഴുകുന്ന ഗ്രീസും പെട്രോളും അടങ്ങിയ വെള്ളങ്ങൾ മുഴുവൻ ഈ ആറ്റിലേക്ക് വിട്ടിട്ട് ഇതിങ്ങനെ ഈ കലങ്ങി പതയായിട്ടാണ് ഒഴുകുന്ന വെള്ളം. ഒരു മനുഷ്യന് പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. കൊതുക് ആണെന്നും പറഞ്ഞ് മുനിസിപ്പാലിറ്റിയിലെ HSനെ വിളിച്ചു പറഞ്ഞിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആൾക്കാർ വന്ന് കരയ്ക്കോടെ കംപ്ലീറ്റ് കയ്യാലെ കൂടെയാണ് ഈ ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് ഈ വെള്ളത്തിലിടേണ്ട സാധനം വെള്ളമാണ് ശുദ്ധീകരിക്കേണ്ടത്. അതൊന്നും ചെയ്തിട്ടില്ല. ഈ കഴിഞ്ഞ വർഷം ഇവിടെ എല്ലാം അടിങ്ങി ഈ പാലത്തിൻ്റെ അവിടെ വന്ന് വേസ്റ്റ് എല്ലാം കൂടെ അടിഞ്ഞിരുന്നിട്ട് ഞാൻ പണിക്കാരെ നിർത്തിയാണ് 2,500 രൂപ അവർക്ക് മദ്യപിക്കാനുള്ള പൈസ കൂടെ കൊടുത്തിട്ടാണ് അത് എടുത്ത് മാറ്റുകയും എല്ലാം ചെയ്തത്. ജലം മലിനമായതോടെ ഇത് നിരവധി കുടിവെള്ള പദ്ധതികളെയും അവതാളത്തിലാക്കി. കട്ടപ്പന അമ്പലക്കവല മുതൽ അഞ്ചുരുളി വരെയുള്ള ഭാഗങ്ങളിൽ നിരവധി കുടിവെള്ള പദ്ധതികളാണുള്ളത്. കൂടാതെ നിരവധി ആളുകളാണ് വീട്ടാവശ്യങ്ങൾക്കും മറ്റും ഈ ജലത്തെ ആശ്രയിക്കുന്നത്. ജലത്തിലെ ബാക്ടീരിയ അളവ് വർദ്ധിക്കുന്നതിനാൽ മത്സ്യസമ്പത്തും ഇല്ലാതെയായി. ഇത് ജലം കൂടുതൽ മലിനപ്പെടുന്നതിനും കാരണമാകുന്നു. കൃഷിക്ക് ഉൾപ്പെടെ ജലം ഉപയോഗിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളത്. കട്ടപ്പനയുടെ ജീവരേഖയായിരുന്ന കട്ടപ്പനയാർ ഇപ്പോൾ നഗരത്തിന്റെ മാലിന്യച്ചാലായി മാറി എന്നതിന്റെ നേർക്കാഴ്ചയാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നും കാണാനാകുന്നത്. വേനൽ മഴയടക്കം ശക്തമായി പെയ്യുന്ന സാഹചര്യത്തിൽ മലിനജലം വീണ്ടും ഒഴുകിയെത്തുന്ന സ്ഥിതിവിശേഷമുണ്ടാകും. മലിനീകരണം നടത്തുന്ന ആളുകളെ കണ്ടെത്തി മാതൃകാപരമായി നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.